ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ബോർഡേഴ്സ്. അപ്പോൾ ഇന്ന് സിയാറ്റിൽ ട്രാവൽ സീരീസിലെ പാർട്ട് 2 ആണ്. നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരാണെങ്കിൽ അത് പോയി കണ്ടിട്ട് വരൂ. കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മ്യൂസിയം ഓഫ് പോപ്പ് കൾച്ചറിലേക്കാണ്. ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആക്ച്വലി. ഞങ്ങൾ എത്തിയത് കുറച്ചൊന്ന് ലേറ്റ് ആയെങ്കിലും നമ്മളിത് കണ്ടിട്ടേ പോകും എന്ന് പറഞ്ഞിട്ട് കാണാൻ നിൽക്കുകയാണ്. അതുമാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പേസ് നീഡിലും കൂടെ കാണാൻ പോകുന്നുണ്ട്, വിച്ച് ഈസ് ഐ എം വെരി എക്സൈറ്റഡ് അബൌട്ട്. സോ അജിയാണ് ഇവിടെ കാണാൻ ഭയങ്കര ആകാംക്ഷയോടെ കാത്തിരുന്നത്. കാരണം കുറേ മൂവിയിൽ യൂസ് ചെയ്ത ഡ്രസ്സുകൾ, കുറേ കാര്യങ്ങളുണ്ട്. ഇത് വന്നിട്ട് ഒരു ഫാന്റസി റിലേറ്റഡ് ഇതാണ്. സോ ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് ഹിയർ. ഓ മൈ ഗോഡ്, ഇത് വന്നിട്ട് മറ്റേ മെഗാനഗലിന്റെ ഹാറ്റ് ആണ്. ഇത് ഹാരി പോട്ടറിലെ ദ റിയൽ ഹാറ്റ് ദാറ്റ് ദേ വോണ്ട്. ദിസ് ഈസ് ദി ഹാരി പോട്ടർ. ഓ മൈ ഗോഡ്, I'm a big Potterhead guy, so this is like I'm getting excited here. So Harry Potter and everything. His wand, oh my god. Clapper board under Gringotts gold bar and coins. Another Gringotts gold bar and coin. Lucius Malfoy's Death Eater mask. Luna Lovegood's Quibbler. And then Gryffindor scarf. Anybody know what this is? This is the real glass worn by Daniel Radcliffe in the movie Harry Potter. I can't believe I'm literally close to this. Oh my god, I think we are in the Game of Thrones era. See, that's the Ice King in the sword, man, and that's dragon glass. I'm like a child right now, so it's too much for me. Seeing the glass used by Daniel Radcliffe was the best part so far here. I don't know what else we are gonna see, but and then Shang-Chi was cool. If I have seen some Deadpool or Wolverine stuff, that'll be way cooler. Let's see what all we can find, guys. I'm pretty sure namukku ithiri kuda nalla vela. Okay, Dragon's Dungeon from the Game of Thrones. Now that's cool. That's really cool. Oh my god, this is crazy. The Wizard of Oz fans here. Shang-Chi Marvel fans, come into Marvel. We have the Lord of the Rings memorabilia here too. So ella science fiction ഇവിടെ ഉണ്ട് കേട്ടോ. Any Star Wars fan out here? Here is Star Wars memorabilia. നമുക്ക് വന്നിട്ട് ഇവിടെ സ്റ്റോം ട്രൂപ്പറിന്റെ ഹെൽമെറ്റ്, പിന്നെ TIE ഫൈറ്ററിന്റെ മിനിയേച്ചർ, ആൻഡ് യു ക്യാൻ സീ ദ ഡെത്ത് സ്റ്റാർ ഹിയർ ടു. സോ ഇതിൻ്റെ എല്ലാം ഒറിജിനൽ ഫിലിം യൂസ്ഡ് ഓർ ക്ലോസ് ടു റിപ്ലിക്കാസ് ആണ് ഇവിടെ ഉള്ളത്. ഇറ്റ്സ് റിയലി ക്രേസി, യു നോ. ഇഫ് യു ആർ എ ഫാൻ ഓഫ് ദീസ് മൂവീസ് യു റിയലി എൻജോയ്ഡ്, ടു ബി ഓണസ്റ്റ്. യാ, യു ക്യാൻ സീ Teenage Mutant Ninja Turtle, Terminator's exoskeleton, and Cornelius from the Planet of the Apes. English movie buff aanengi you have to come here, because see, Terminator la endoskeleton aanithu, and then you'll have the actual leather jacket worn by Arnold Schwarzenegger in the movie Terminator 2 Judgment Day. I'm like a child right now, so അതുകൊണ്ട് മൊത്തത്തിൽ ഇതാണ്. ഇനി നമ്മൾ ഇവിടെ ഇതല്ലാതെ ഇപ്പോൾ ഞങ്ങൾ സയൻസ് ഫിക്ഷനിലെ സെക്ഷനിലാണ് ഇരിക്കുന്നത്. ലെറ്റ്സ് ഗോ ടു ദ ഹൊറർ സെക്ഷൻ. മേ ബി വിൽ ഫൈൻഡ് സം ഹൊറർ മൂവി മെമ്മറബിളിയ. കുറെ കണ്ട് എല്ലാം ഞാൻ എന്റെ ഫോണിൽ വ്ളോഗായിട്ട് എടുത്തിട്ടുണ്ട്. കാരണം സനമോൾ ഭയങ്കര സ്ലോ ആണ്, വയ്യാത്തോണ്ട്. അപ്പൊ ഞാൻ പിന്നെ സനമോൾ അവിടെ റെസ്റ്റ് എടുപ്പിച്ചിട്ട് ചിലപ്പോ ഞാൻ കുറവായിരിക്കും. ആ കുറവാകുന്നതിന് കാരണം എനിക്ക് വയ്യാത്തോണ്ടാണ്. സനമോളുടെ ഇത് തീർത്തിട്ടുണ്ട്. I have unleashed my inner child. We are just going to see all the places right now. Before it closes, we have 8 more minutes. അറിഞ്ഞൂടാ, നമുക്ക് നോക്കിയിട്ട് പറയാം. ഓ, ഇത് ഞാൻ 8 മിനിറ്റ് കൂടെ ഉള്ളൂ അല്ലേ? അപ്പൊ ഇത് ഇവിടെ 8 മിനിറ്റ് ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകും. ഇതെന്താണ് സംഭവം? ചുമ്മാ ഒരു ആനിമേറ്റഡ് വേർഷൻ ഓഫ് മ്യൂസിക്. അങ്ങനെ ആ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാണ് മെട്രോ ഇങ്ങനെ തലയുടെ മേലെ കൂടെ പോകുന്നത് കണ്ടത്. അത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെട്രോ വഴി തന്നെ സ്പേസ് നീഡിൽ കാണാനാണ് പോകുന്നത്. അവിടെ അടുത്ത് തന്നെയാണ്, എല്ലാം അധികം ദൂരമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പോയി വരാൻ പറ്റുന്ന ദൂരത്തിലേ ഉള്ളൂ.
സോ ഞങ്ങളിപ്പോ ഇനി ട്രെയിൻ കയറാൻ പോവാണ്. ഇതാണ് ട്രെയിൻ വരുന്ന ട്രാക്ക് ഇവിടെ ഉള്ള. നമ്മൾ ടിക്കറ്റ് എടുക്കുക, ഇതിലൂടെ പോവാം. ഇത് കാണാൻ കറക്റ്റ് ഒരു സ്പേസ് ഷിപ്പ് പോലെയാണ് കേട്ടോ ഉണ്ടാവുക. ഇതിന് 605 feet ആണ് ടോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റ് വഴിയാണ് ഏറ്റവും ടോപ്പിലേക്ക് പോവുക. ഇറ്റ്സ് എ പ്രിറ്റി ഓൾഡ് ഒരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ വ്യൂ ഒക്കെ കാണാൻ നല്ല രസമാണ്. ഈ നീഡിലിൽ തന്നെ വന്നിട്ട് ദേ ഹാവ് എന്താ പറയുക റൊട്ടേറ്റിംഗ് ഗ്ലാസ് ബോട്ടം. സോ അപ്പം എവിടെ നിങ്ങൾ ഇപ്പൊ കാണിച്ചു തരാം. ബേസിക്കലി ഞങ്ങൾ ഇവിടെയാണ് അത് റൊട്ടേറ്റ് ആവുകയാണ് ആ ഗിയറിന്റെ ഇത് കാരണം. ആൻഡ് വി ലൈക്ക് ലിറ്ററലി വാക്കിംഗ് above it. സിറ്റിയുടെ ഏറ്റവും മേലെ ഗ്ലാസ്സിലാണ് നിൽക്കുന്നത്. ഈ സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി വ്യൂ കൂടെയാണ്. ഫുൾ 360 കാണാം. ഇതിൽ വേറെ അമേസിംഗ് തിങ് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മൗണ്ട് റെയിനിയർ എന്ന് പറഞ്ഞൊരു മൗണ്ടൻ പീക്ക് ഉണ്ട്, അത് കാണാം. സോ നേരെ നോക്കുമ്പോഴത്തേക്ക് അവിടെ കാണുന്ന ആ വൈറ്റ് ഹില്ല് കണക്കിരിക്കുന്നതാണ് സ്നോ ക്ലാഡ് മൗണ്ട് റെയിനിയർ. ഡാൻ വന്നിട്ട് അവന്റെ ഗാലക്സി സാംസങ് ഗാലക്സിയിൽ വന്നിട്ട് മൗണ്ട് റെയിനിയറിനെ 300x 50xലോ സോറി 50-100xൽ വന്നിട്ട് ഹി ഈസ് ഷൂട്ടിംഗ്. യു ക്യാൻ കൈൻഡ് ഓഫ് സീ ഹൗ ഇറ്റ് ഈസ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച ക്ലൗഡ് ആണെന്ന്, പക്ഷേ ഇതിപ്പം ഡാന്റെ ഫോണിൽ നോക്കി വെരിഫൈ ചെയ്തപ്പോൾ മനസ്സിലായി ഇറ്റ്സ് റിയലി എ മൗണ്ട് റെയിനിയർ. ആമസോൺ ഗോ എന്ന് പറഞ്ഞ ഇതാണ്. ബേസിക്കലി യു ക്യാൻ എൻറ്റർ ബൈ സ്കാനിങ് ഇൻ യുവർ ക്രെഡിറ്റ് കാർഡ് ആമസോൺ ആപ്പ്. എന്നിട്ട് അകത്ത് ആരും ഇല്ല, നീ പോയി എടുത്ത് കാർട്ടിട്ട് അത് തന്നെ അങ്ങ് ഐറ്റംസ് നോക്കിയിട്ട് ജസ്റ്റ് നീ ഇറങ്ങുമ്പോഴത്തേക്ക് പൈസ എല്ലാം എടുത്തിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് കയറി നോക്കാം. കയറാൻ പോയാണ് ആപ്പിൽ ഇൻസ്റ്റോർ കോഡ് വെച്ചിട്ട് we are gonna go inside baby. Let's see. So ഇവിടെ വന്നിട്ട് ആരുമില്ല, ഹ്യൂമൻ ഇൻ്റർവെൻഷനേ ഇല്ല. നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് എടുത്തിട്ട് യു ബേസിക്കലി ജസ്റ്റ് ഗോ ഹിയർ, നേരെ എടുക്കുക, എക്സിറ്റ് ചെയ്യുക, ആൻഡ് ദെൻ യു ക്യാൻ ജസ്റ്റ് ഗോ ആൻഡ് റെസീപ്റ്റ് വിൽ ബി സെൻഡ് ടു ദ ആമസോൺ അക്കൗണ്ട് ദാറ്റ് യു ഹാവ്. സനമോൾ ഒരു കോഫി എടുക്കുകയാണ്, വെയിറ്റ് ചെയ്താ. ആൻഡ് ദെൻ ടാപ്പ് ടു സ്റ്റാർട്ട്. ഹോട്ടാ ഐസ്ഡാ ഫുൾ ஸ்கேன் ஆகும்னே. ஆமாம், நீங்க நிக்கிற இடத்துல மட்டும் ஒரு 100 സെൻസർ ഫോക്കസ് பண்ணிட்டு ഇവിടെ നമ്മൾ നോക്കിയ ഫുൾ സെൻസേഴ്സ് ആണ്. ഈ സെൻസേഴ്സ് നമ്മളെ നോക്കിയാണ്, ക്യാമറ ആൻഡ് സെൻസേഴ്സ് നമ്മൾ എന്താ എടുക്കുന്നതെന്ന്. അപ്പോൾ അതനുസരിച്ചാണ് ദേ വിൽ ചാർജ് യു വെൻ യു ഗോ ഔട്ട്. ഇറ്റ് സീംസ് ടെക്നോളജിയൊക്കെ ഒരു രക്ഷ കേട്ടോ. ഇനി ഫ്യൂച്ചറിലൊക്കെ ദിസ് ഈസ് ദ ഫ്യൂച്ചർ ഐ ഗെസ്. സോ ഇപ്പം നമ്മൾ എടുത്തിട്ട് ജസ്റ്റ് നേരെ അങ്ങ് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. ആൻഡ് ദെൻ ദിൽ ചാർജ് യു. നമ്മൾ കയറിയപ്പോഴത്തേക്ക് ആമസോണിൻ്റെ ഇത് സ്കാൻ ചെയ്തു. ദിൽ ജസ്റ്റ് ചാർജ് യു ഇൻ യുവർ അക്കൗണ്ട്. நான் என் ஃபோன் என் கார்டு இன்னும் எதுலையுமே கை வைக்கல. We all came through Dan's Amazon account. So let's see how they charge. I'm just curious how they charge. How's the cappuccino? Good. The amount of cameras and sensors they have around this place. Adaan the full how the whole system works without even a human intervention. ഫുള്ള് ക്യാമറയും സെൻസേഴ്സും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും ആൾക്കാർ എവിടെ. എന്നിട്ട് ദേ ആർ ജസ്റ്റ് മേക്കിംഗ് ഷുവർ ഹു ആർ ടേക്കിംഗ് വാട്ട് ആൻഡ് ദെൻ ബേസ്ഡ് ഓൺ ദാറ്റ് ദേ ആർ ജസ്റ്റ് ചാർജിങ്. സോ ഇറ്റ് ഷുഡ് ബി സം ദോ. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സും കൂടെ ഇപ്പോൾ കോഫി എടുക്കാൻ പോവുകയാണ്. സോ നിങ്ങൾ ഫുള്ള് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ജസ്റ്റ് ഗോയിങ് ലൈക്ക് ദിസ് ആൻഡ് ദാറ്റ്സ് ഡൺ. സോ വി ആർ ഔട്ട്. Dan is checking his phone. So far, nothing yet. Okay, ഇപ്പോൾ ദീപക്കും ഡാനും വന്നിട്ട് they got their coffee too. Charge? They charged or not? Not yet. Okay, not yet charged. Deepak also has his coffee. He didn't pay anything. But we went through Dan's account. So hopefully if Dan gets charged or not, we'll know. ഞങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ട് പുതിയ അപ്ഡേറ്റ്സ് കിട്ടി. ഡാൻ ഇതാ ഇപ്പോൾ വന്നിട്ട് ഇമെയിൽ കിട്ടി. താങ്ക്സ് ഫോർ ചൂസിങ് ജസ്റ്റ് വാക്ക് ഔട്ട് ഓപ്ഷൻ അറ്റ് ആമസോൺ ഗോ. യുവർ ടിപ്പ് വാസ് ലൈക്ക് 9 minutes 8 seconds. Even they calculated everything. Bill ഇപ്പോൾ അവർ പറയും. I feel like a military. I really feel like a military. ஆமா, இமேஜ் ரெகக்னிஷன் ஓகே. அதாவது நான் வந்து உள்ள போறேன், அவங்க கூட சும்மா கூட ஸ்டோர்ல பேசி இருக்கலாம்.
எனக்கு நான் என் கையில இது வரைக்கும் எந்த ப்ராடக்ட் தொடவும் இல்லை எடுக்கவும் இல்லை எனக்கு நாம அதுதான் சேர்ந்து வந்து வந்தோம்னா அதுக்கு எப்படி தெரியும்? Yeah. ஓகே அது வெளிய இருந்து கூட பார்த்திருக்கலாம் பட் And then they also scanned it through their like palm of their hands. That's crazy. The future. Technologies. Okay guys, so that's a wrap for today. So bye bye Seattle, and then it was a good experience. Stay tuned for more. We are going back. Bye Deepak, bye. ബൈ see ya ഗോയിങ് ബാക്ക് നാട്ടിൽ പോണ Portland, Oregon. പോകുന്ന വഴിക്ക് ആമസോണിന്റെ ഈ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ടു. ഇത് ഭയങ്കര ഫെമിലിയർ ആണ് എനിക്ക്. ഞാൻ വ്ളോഗില് അതുപോലെ വീഡിയോയില് റീലിലൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് അത് നേരിട്ട് കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പാർട്ട് 3 ആയിട്ട് കാണാം. ബൈ.